ഇടുങ്ങിയ വാതിൽ. ഇടുങ്ങിയ വാതിലിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നു. എന്താണ് ഇടുങ്ങിയ വാതിൽ? ലോകത്തിൽ നമ്മൾ സുഖസൗകര്യങ്ങൾ ഇല്ലാതെ ദുഃഖവും ദാരിദ്ര്യം, കൈപ്പേറിയ അനുഭവങ്ങൾ, സഹനം അങ്ങനെ പോകുന്നു നമ്മുടെ ജീവിതമാണെങ്കിൽ അത് ഒരു ഇടുങ്ങിയ വാതിലാണ്. സ്വർഗം ലക്ഷ്യം വെച്ചുള്ള ജീവിതം ഇടുങ്ങിയതാണ്. ഇടുങ്ങിയ ജീവിതമാണ് മക്കളെ ദൈവേഷ്ടമായത്. അതിൻ്റെ പിറകിൽ ഒരു വലിയ സന്തോഷമുണ്ട്. നാം അത് ഓർക്കുന്നില്ല. ലോകത്തിന് അനുരൂപരായുള്ള ജീവിതം വിശാലമാണ്. നൈസർഗികമായ സുഖമാണ് നാം അന്വേഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും ആർഭാടമായി ജീവിച്ചും തൃപ്തരായി ജീവിക്കുന്നതിനിടയിൽ ഏതെങ്കിലും തരത്തിലൊരു വേദനയോ ദുഃഖമോ കടന്നു വന്നാൽ നാം തളർന്നു പോകുന്നു. എല്ലാ പ്രസരിപ്പും നഷ്ടമാകുന്നു. ഇതാണോ ജീവിതം? നാം സുഖത്തിൽ എങ്ങനെ ജീവിച്ചുവോ അതേ അവസ്ഥയിൽ തന്നെ ദുഃഖത്തിലും ജീവിക്കുവാൻ പഠിക്കണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. സുഖജീവിതം പോലെ തന്നെ ദുഃഖവും നമുക്ക് ദൈവം തന്നിട്ടുള്ളതാണ്. കുട്ടികളെ സന്തോഷത്തോടെ ജീവിക്കുന്നതോടൊപ്പം ദുഃഖം വരുമ്പോൾ അവർക്ക് നമ്മുടെ ആ ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം, പഠിപ്പിക്കണം. അവർ ഏത് പ്രതിസന്ധി വന്നാലും അവർ ദൈവത്തോട് ചേർന്ന് നിന്ന് ആ പ്രതിസന്ധി തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അവരെ നാം ചെറുപ്പം മുതലേ പഠിപ്പിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുവാനും അവരെ കൊച്ചുമക്കളായിരിക്കുമ്പോൾ തന്നെ നാം പഠിപ്പിക്കേണ്ടതാണ്. സുഖവും ദുഃഖവും ഇടകലർന്നതല്ലേ നമ്മുടെ ജീവിതം എന്ന് നാം മനസ്സിലാക്കി കൊടുക്കണം. ഇടുങ്ങിയ ജീവിതം നയിക്കേണ്ടി വരുമ്പോഴാണ് ചില മക്കൾ ആത്മഹത്യ ചെയ്യുന്നത്. പ്രതിസന്ധിയിൽ തളരാതെ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം വലുതാണ്. ഈ ലോകത്തിൻ്റെ വാതിൽ വിശാലമായതുകൊണ്ട് പല തെറ്റുകളിലും നമ്മൾ ചെന്ന് ചാടുന്നു. ഇടുങ്ങിയ വഴി അങ്ങനെ ഉണ്ടാവുകയില്ല. നമ്മുടെ ഗുരു നടന്ന വഴി ഇടുങ്ങിയതാണ്. അതല്ലേ പീഡകൾ സഹിച്ച് മരിച്ച് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി മൂന്നാം നാൾ ഉയർത്തത്. നമുക്കും ദുഃഖത്തിലും സുഖത്തിലും സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ആമേൻ.